ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലറ്റാണ്. അപ്പോൾ ആദ്യമേ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായി ചെറുതായി കട്ട് ചെയ്തേക്കുന്നതാണ് അമ്മ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എടുക്കാൻ നോക്കുക. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പീസ് പോലെ കിടക്കരുത്, നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബോളയുടെ മിക്സിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്ര ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇനി നമ്മുടെ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഉരുട്ടാൻ തുടങ്ങാം. പതുക്കെ ഉരുട്ടി ഷേപ്പാക്കി ഇങ്ങനെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരടപ്പെടുക്കുക. ആ അടപ്പിലോട്ട് ഇത് പതുക്കെ വെച്ച് ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് അത് പതുക്കെ തട്ടിക്കൊടുക്കാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തു. ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കട്ട്ലറ്റ് എടുത്ത് മുട്ടയിൽ മുക്കണം. നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യാം. ഒരു കൈ കൊണ്ട് മുക്കി മറ്റേ കൈ കൊണ്ടാണ് കോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം ബ്രെഡ് ക്രംസ് പറ്റും. കോട്ട് ചെയ്തു. എല്ലാം അങ്ങനെ ചെയ്തെടുത്തു. ഇനി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റുകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇനി മറിച്ചിടാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. നല്ല ക്രിസ്പി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.